നേതൃത്വം നൽകുന്ന ഹൗസ് ചലഞ്ചിൻ്റെ 201ാമത്തെ വീടിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് ഫാദർ ജെയ്സൺ മുളവരിക്കൽ CMI ആണ്. അദ്ദേഹം രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സിസ്റ്ററിൻ്റെ ഈ ഒരു ഭവന കാരുണ്യം അല്ലെങ്കിൽ സാധാരണക്കാരോടുള്ള സിസ്റ്ററിൻ്റെ ഇത്രയും വലിയൊരു കരുണ, ഇതിനെപ്പറ്റി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഫാദർ നമസ്കാരം. നമസ്കാരം. സിസ്റ്റർ ലിസി ചക്കാലക്കൽ എങ്ങനെയാണ് ഓർക്കുക? ഞാൻ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അല്പം ഇങ്ങനെ ആക്റ്റീവായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴേക്കും എപ്പോഴും വരുന്നൊരു പേരായിരുന്നു ഈ സിസ്റ്റർ ലിസി ചക്കാലക്കൽ. അപ്പോൾ ഈ വീടുകൾ വെച്ചു കൊടുക്കുന്നു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെ മനസ്സിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈപ്പിനിൽ അവിടെ ഒരു 72 78 സെൻറ്റ് സ്ഥലത്ത് വീടുകൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടു. ശരിക്കും വൈപ്പിന് എൻ്റെ ഒരു നാടും കൂടിയാണ്, എൻ്റെ ശരിക്കും ആൻസസ്ട്രൽ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി. അപ്പോൾ ഞാൻ ചുമ്മാ ഫേസ്ബുക്കിലൊരു മെസ്സേജ് ഇട്ടു, സിസ്റ്റർ ഇങ്ങനെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നതിൽ, സിസ്റ്റർ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ സ്ഥലം എന്താ ചെയ്യണമെന്ന് കാണാൻ. സിസ്റ്റർ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം ഈ പണി നടക്കുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. കാരണം സിസ്റ്റർ എന്ന് പറയുന്നത് ആ സിസ്റ്ററിലേക്ക് അതായത് ഒരു കാന്തം പോലെ ഒത്തിരി പേര് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. അതൊരു സിസ്റ്റർ അതിൻ്റെ നടുക്ക് കേന്ദ്രബിന്ദുവായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ചുറ്റും ഈ തേനീച്ചകളെ പോലെ ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. അപ്പോൾ അതൊരു വലിയ മൂവ്മെൻറ്റായിട്ട് മാറിയിരിക്കുന്നു. ഒരു ശരി ഞങ്ങളൊരു സ്പിരിച്വലായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദൈവാരൂപിയുടെ പ്രവർത്തനം എന്ന് പറയും. ഒരു അരൂപി അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഔട്ട്ബേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെനിക്ക് കാണാൻ സാധിച്ചു. വെറുതെ ഞാനത് എടുത്ത് ആ ഒരു അനുഭവം ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റായിട്ട് ഞാൻ ഇട്ടു. എൻ്റെ ഫസ്റ്റ് ഒരു പോസ്റ്റായിട്ട് ഇട്ടു. പക്ഷെ ഭയങ്കര ഒരു ഇതായിരുന്നു. അത് കേട്ട പലരും അതിൽ നിന്ന് തന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ പലരൊക്കെ പറഞ്ഞു ഞങ്ങളും ഇതിനെ കൂടുന്നു. അങ്ങനെ ആ പ്രദേശത്ത് തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു 2 വീടുകൾ പണിയാനായിട്ടുള്ള പൈസ സമകരിച്ചത് എൻ്റെ ഫ്രണ്ട്സായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ട അമേരിക്കയിലുള്ളൊരു അച്ഛൻ അച്ഛൻ ഒരു ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം, ഞാനൊരു വീട് ഞാൻ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ഞാനും വളരെ ത്രില്ലടിച്ചു. കാരണം നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി, അതായത് അതാ സിസ്റ്ററിൻ്റെ ആ മൂവ്മെൻറ്റിൻ്റെ അതിൻ്റെ ഒരു കരിസ്മയാണ്. പിന്നെ വളരെ അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണല്ലോ, അതായത് എല്ലാവർക്കും കാണാം, ട്രാൻസ്പെറൻ്റ് ആണ്. മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് അത്ര വിശ്വാസം വരത്തില്ല. പക്ഷേ സിസ്റ്ററിൻ്റെ കാര്യത്തിൽ നമ്മളൊരു 5 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിൻ്റെ പണി നടക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അത് കാണുമ്പോഴേക്കും നമുക്ക് ഒന്നും മറയ്ക്കാനില്ല. പിന്നെ ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുക, അതാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. സിസ്റ്റർ ഒരു സന്യസ്തയാണല്ലോ. ഒരു സന്യസ്തയായിട്ടുള്ള ഒരു സിസ്റ്റർക്ക് 201 വീടുകൾ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഒരു പൊതുസമൂഹത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇതിനെ ഇരട്ടി ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു മെസ്സേജ് സിസ്റ്റർ പാസ് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കേട്ടനുസരിച്ചിട്ടാണെങ്കിൽ പല രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയും ഇതിന് ശേഷം ഇപ്പോൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഹൈബിയുടെ കേസ് എനിക്കറിയാം. കാരണം ഹൈബി സിസ്റ്ററിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഈ ഒരു ചലഞ്ച് അത് തുടങ്ങിയതെന്ന് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇത് വേറൊരു ഭവനത്തിൻ്റെ ഇതിന് വന്നപ്പോഴേക്കും ചാണ്ടിയുമനാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സിസ്റ്ററിന് തന്നപ്പോഴേക്കും അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചുമതല കൂടി സിസ്റ്ററിനെ ഏൽപ്പിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പലരും ഈ കാര്യത്തിൽ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം. ഇത് കണ്ടേജിയസ് ആണല്ലോ, ഇങ്ങനെ പയ്യെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തികളിലേക്ക് ഇത് പകർച്ചവ്യാധി പോലെ പകരുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു പകർച്ചവ്യാധിയാണത്. സമൂഹത്തിന് എന്താണ് ഫാദറിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്? ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് ആളുകൾ കടന്നു വരാനായിട്ട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് എല്ലാവരും കൂടെ നിൽക്കുക. അതായത് നമ്മൾ ഗെറ്റ് ഇൻസ്പയർഡ്, നമ്മൾ ഇതിനൊക്കെ നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളുക എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ വീട് തന്നെ അങ്ങനെ വന്നതാണല്ലോ, ഈ ഇരിക്കുന്ന വീട്. ഇത് ഫാദറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല. അതായത് ഞാനൊരു നിമിത്തം അതായത് ഒരു ക്രിസ്മസ് സെലിബ്രേഷന് പോയി. ഈ സ്കൈലൈൻ എന്ന് പറയുന്ന അവർ ക്രിസ്മസിന് ഒരാളെ കൊണ്ടുവന്നിട്ട് പ്രസംഗിക്കും, ഒരു സന്ദേശം. ഞാൻ പോയി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ MD കൊണ്ടായിരുന്നു. ഞാൻ അവസാനം പോകുന്ന വഴിക്ക് സ്വകാര്യമായിട്ട് പറഞ്ഞു ഇങ്ങനൊരു കേസുണ്ട്. ഉടനെ പറഞ്ഞു ഞങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു അവരും എപ്പോഴും വരികയും ചെയ്യും. അതായത് അങ്ങനെ വെറുതെ പൈസ ഒന്നും പോകുന്ന പാർട്ടീസല്ല, അവരതിൻ്റെ ഒരു പാർട്ടായിട്ട് അതിനെ മാറുന്നുണ്ട്. ഒരു വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞ ഇടപെടലുകൾ എന്ന് പറഞ്ഞല്ലേ? അതെ ഫാദർ പറഞ്ഞല്ലേ, ദൈവിക ഭാഷയിൽ പറഞ്ഞ ഇടപെടലുകളാണ്. ദൈവം എല്ലാ കാര്യങ്ങളിലും ഇടപെടലുകൾ, ഒരാൾ വേണമല്ലോ ഇതെല്ലാം ചെയ്യാനായിട്ട്. അത്തരത്തിൽ കടന്നു വന്ന ഒരാളാണ് സിസ്റ്റർ ലിസി എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റർ ലിസിയുടെ പ്രവർത്തനങ്ങളിൽ ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിൽ? തീർച്ചയായിട്ടും സിസ്റ്റർ ഇപ്പോൾ റിട്ടയർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു, അതായത് ചാണ്ടിമനെ കൊള്ളപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു
അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഏൽപ്പിക്കുന്നു പറഞ്ഞു. അങ്ങനെയല്ല, നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതി പോലത്തെ പരിപാടികളൊക്കെ സിസ്റ്ററിനെ ഏൽപ്പിക്കാം. ഉദാഹരണത്തിന് മഞ്ജു വാര്യരുടെ സിനിമയിലെ ഹൗ ഓൾഡ് ആർ യുവിലെ ഒരു പ്രോജക്റ്റ് മഞ്ജു വാര്യറിനെ സർക്കാർ ഏൽപ്പിക്കുന്നു എന്ന് അത് തന്നെ ഞാൻ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറ്റണം. അത് ഞാൻ ഉദ്ദേശിച്ചു. കാരണം നമുക്കറിയാം സിസ്റ്ററിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ നടക്കും, നമുക്കറിയാം അതിനൊരു പ്രത്യേക ഒരു വരവുണ്ടെന്ന് നമുക്കറിയാം, പിന്നെ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അത് വളരെ സന്തോഷമല്ലേ. അങ്ങനെ സമൂഹത്തിന് വളരെ നന്മകൾ വരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതുപോലെ കൂടെ നിൽക്കുന്ന ടീച്ചറിനെ ലില്ലിപ്പോൾ ടീച്ചറിനെയൊക്കെ നമ്മൾ സമ്മതിക്കണം കേട്ടോ. അവരൊക്കെ വളരെ നന്നായിട്ടാണ് ഒരുമിച്ച് നിന്ന് പണിയുന്നത്. വളരെ സന്തോഷം. പിന്നെ നിങ്ങളൊക്കെ സന്തോഷം. നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകരാണ് ഇതിൻ്റെ ആ ഗുഡ് വേർഡ്സ് പുറത്തേക്ക് വിടുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമസ്കാരം. എടക്കാട്ടുവേൽ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പറായിട്ടുള്ള ലിസി സണ്ണി ഈ ഹൗസ് ചലഞ്ച് അല്ലെങ്കിൽ ഈ ഭവന പദ്ധതിയെ പറ്റിയിട്ട് സിസ്റ്റർ ലിസിയുടെ ഈ പ്രവർത്തനത്തെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. നമസ്കാരം മാഡം. എങ്ങനെ ഓർക്കുന്നു സിസ്റ്റർ ലിസിയുടെ ഈ പ്രവർത്തനത്തെ പറ്റിയിട്ട്? എനിക്ക് സിസ്റ്ററെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സിസ്റ്റർ ഒരു ദിവസം എന്നോട് ഇവിടെ ഇങ്ങനെ ഒരു ഡോക്ടർ ഇതുപോലെ സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരിക്കലും നമുക്ക് ഇത് എത്രത്തോളം ഇവർക്കിത് കൊടുക്കാൻ സാധിക്കുമെന്ന് അറിയാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം വനപ്രദേശമായിട്ട് കിടന്നതാണ്. പക്ഷേ അത് ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും, നമ്മളെക്കൊണ്ട് വിചാരിച്ചാൽ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം കുറച്ച് വീടില്ലാതെ വാടകയ്ക്ക് കിടക്കുന്ന കുറച്ച് വീട്ടുകാർക്ക് നമ്മളെക്കൊണ്ടാകുന്നത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ഇതുണ്ട്. സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ സ്വന്തം മക്കളെ പോലെയാണ് അവരെ കരുതിയത്. അപ്പോൾ അവർക്ക് എപ്പോഴും എന്നോട് അവരെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നു. അവരിങ്ങനെ വീടില്ലാതെ കിടക്കുന്നു, അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, അപ്പോൾ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അതനുസരിച്ച് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നന്ദി പറയുകയാണ്. ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ആദ്യമായിട്ടാണോ, അല്ലെങ്കിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും ആളുകളൊക്കെ ചെയ്തതായിട്ട്? അല്ലല്ല, ആദ്യമായിട്ട് തന്നെയാണ് ഈ പഞ്ചായത്തിൽ എൻ്റെ വാർഡിനെ സംബന്ധിച്ച്. പഞ്ചായത്തിൽ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടാകും, പക്ഷേ എൻ്റെ വാർഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം സിസ്റ്റർ ചെയ്യുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും സിസ്റ്റർക്ക് കൊടുക്കാൻ സാധിച്ചതിൽ തൃപ്തിയാണോ? തൃപ്തിയാണ്. ഇടയ്ക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണസമിതി ആണെങ്കിലും എല്ലാവരും തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെ സജീവമായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പോലെയുള്ള ആളുകൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നാണ് ചിന്തിക്കുന്നത്? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലായ്മയുള്ള ഒരാളെ നമ്മൾ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് വികസനം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഉള്ളവരെ കൂടുതൽ സഹായിക്കുന്നതിലുപരിയായിട്ട് ഇല്ലാത്തവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു ആവശ്യമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ളൊരു ഭവനം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തുക ഒരുപാട് പേര് സ്വപ്നം കാണുന്നൊരു കാര്യം കൂടിയാണ്. അതിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? അതിനൊരു കൈത്താങ്ങായി മാറി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് സിസ്റ്റർ ലിസി ചക്കാലക്കൽ എന്ന് പറയുന്നത്. ഒരു സന്യസ്തിയായിരുന്നു കൊണ്ടിട്ട് തനിക്ക് സാധിക്കുന്നതിലും അപ്പുറം 201 ഭവനങ്ങൾ സാധാരണക്കാരന് വേണ്ടിയിട്ട് നിർമ്മിച്ചു നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു വലിയ കയ്യൊപ്പ് പതിഞ്ഞ ഒരു വ്യക്തിത്വമാണ് സിസ്റ്റർ ലിസി ചക്കാലക്കൽ. വീക്ഷണം ദിനപത്രത്തിൻ്റെ ഉമ്മൻചാണ്ടി ശ്രേഷ്ഠ പുരസ്കാരം ഉൾപ്പെടെ ഏറ്റവും അടുത്തതായിട്ട് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അംഗീകാരം ഉൾപ്പെടെ ഒട്ടനവധി സമൂഹത്തിൻ്റെ നാനാതുറങ്ങളിൽ നിന്ന് ഒട്ടനവധി അംഗീകാരങ്ങൾ നേടിയ സിസ്റ്റർ ലിസി ചക്കാലക്കലിൻ്റെ 201ാമത്തെ വീടിൻ്റെ താക്കോൽദാന കർമ്മത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സിസ്റ്ററെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സിസ്റ്ററെ. നമസ്കാരം സിസ്റ്ററെ. എന്ത് തോന്നുന്നു? 201 വീടുകളിൽ എത്തി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു സിസ്റ്ററിന്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആശങ്ക ഒന്നും എന്താ പറയുക, ഇനിയും അനേകം ഭവനരഹിതരെ കുറിച്ചുള്ള ആശങ്കയാണ് എനിക്ക്. കാരണം ഒരുപാട് പേര് എൻ്റെ ഓഫീസിൽ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ആ ഒരു ആശങ്ക ഇനിയുണ്ട്. കാരണം ഭവനരഹിതരില്ലാത്ത കേരളം എന്ന് പറഞ്ഞാണ് നമ്മൾ ഹൗസ് ചാലഞ്ച് ആരംഭിച്ചത്. അപ്പോൾ ഇനിയും ഇത് നമ്മളിപ്പോൾ 200-201 പക്ഷേ ഇനിയും അനേകം പേര് വീണ്ടും കിടക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം ഭവനം കിട്ടിയാലാണ് എനിക്ക് ഒരു സന്തോഷമായിട്ട് ഓക്കെ എന്ന് തോന്നുള്ളൂ. പക്ഷേ നന്ദിയുണ്ട് തീർച്ചയായിട്ടും. ഇത്രയും പേരുടെ ഈ 201 കുടുംബങ്ങളെ ശൂന്യമായ കരങ്ങളിൽ നമ്മൾ ആരംഭിച്ചതാണിത്. പക്ഷേ ഇതിൽ പങ്കാളിയായിട്ട് എല്ലാവരും കൂലിപ്പണിക്കാർ തുടങ്ങി വലിയ വ്യവസായികൾ തുടങ്ങി ജനപ്രതിനിധികൾ, ഞങ്ങളുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾ, പാരൻസ്, ടീച്ചേഴ്സ്, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥി, അങ്ങനെ എല്ലാം ഇത് വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ്. 201 കുടുംബങ്ങളെ നമുക്ക് ഭവന സമ്മാനിച്ച് അവരെ എന്താ പറയുക അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്.
ഇല്ലായ്മയിൽ നിന്നും ഇത്രയും പേരെ നമുക്ക് ഇതിലേക്ക് ഭവനം ഉള്ളവരായിട്ട് ഭവനം സമ്മാനിച്ച് അവരെ ഉയർത്താൻ സാധിച്ചത് സന്തോഷമുണ്ട്. പക്ഷേ അതുകൊണ്ട് നിർത്താൻ പറ്റില്ല. കാരണം എല്ലാവർക്കും വീടുണ്ടാകുന്നത് വരെയും ഈ ആശങ്ക തുടർന്നുകൊണ്ടിരിക്കും, ഈ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കും. കാരണം സമൂഹത്തിൽ മാറ്റം വരണമെങ്കിൽ നമ്മളെല്ലാ കുടുംബങ്ങൾക്കും അടിസ്ഥാന സൗകര്യം ഉണ്ടായിരിക്കണം. കേരളം നമ്പർ 1 എന്നറിയപ്പെടുന്നിടത്ത് നമ്മൾ കുറേ പേര് വലിയ കൊട്ടാരങ്ങൾ 1ഉം 2ഉം 3ഉം കൊട്ടാരങ്ങളൊക്കെ വെച്ചിട്ട് അത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നു. പക്ഷേ കുറേ പേര് ഓരോ ദിനം പ്രതി പുറന്തള്ളപ്പെടുന്ന ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ നമ്മൾ കാണുമ്പോൾ ആ നമ്പർ 1 അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന ആശയം യാഥാർത്ഥ്യമാക്കാനായിട്ട് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കണം. നമ്മൾ പരസ്പരം കൂട്ടായ്മയിലൂടെ ഉള്ളവൻ ഉള്ളതില്ലാത്തവരുമായിട്ട് പങ്കുവെക്കലിൻ്റെ ഒരു സംസ്കാരത്തിലൂടെ ഭവനരഹിതരില്ലാത്ത കേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് നമ്മുടെ നാട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി ഉടനെ തന്നെ 202ാമത്തെ ഭവനം നമ്മൾ കൈമാറുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട്. ഹൗസ് ചാലഞ്ചിൻ്റെ ശൈലി പിന്തുടർന്നുകൊണ്ട് കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെ ശൈലിയിലൂടെ അനേകം സംഘടനകൾ വീട് വയ്ക്കുന്ന ഒരു ശൈലിയിലേക്ക് വന്നിട്ടുണ്ട്. അതെനിക്ക് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ മീഡിയ എല്ലാം സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർ ഇതിൽ പങ്കാളികളാണ്. ഇത് മീഡിയ നല്ലൊരു റിസോഴ്സായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഹൗസ് ചാലഞ്ച് ഇത്രയും ദ്രുതഗതിയിൽ വളർത്താനായിട്ട് മീഡിയയുടെ നല്ല സപ്പോർട്ടുണ്ട്. അങ്ങനെ എല്ലാ റിസോഴ്സും ഈ സമൂഹത്തിലുള്ള സർവ്വ വിഭവങ്ങളും നമ്മൾ ഈ രീതിയിൽ പോസിറ്റീവായിട്ട് ചേർക്കുകയാണെങ്കിൽ ഭവനരഹിതരില്ലാത്ത കേരളം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകും. അതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുവരെ ഈ ഹൗസ് ചാലഞ്ച് പദ്ധതിയിൽ സഹകരിച്ച എല്ലാവരെയും കൃതജ്ഞതയോടുകൂടി ഓർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അധ്യാപന ജീവിതം ഒപ്പം സന്യസ്ത ജീവിതം, ഇതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ എന്താണ് ഒരു പ്രചോദനമായത്? അധ്യാപനവും ഈ ഭവന നിർമ്മാണവുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. കാരണം കുട്ടികൾ നമ്മൾ വിദ്യാലയങ്ങളൊക്കെ സ്മാർട്ടാക്കുന്നു. നമ്മുടെ കുട്ടികളുടെ സമഗ്ര വികസനമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒരു വ്യക്തിയിൽ സമഗ്ര വികസനം കൈവരിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അടിസ്ഥാന സൗകര്യത്തോടു കൂടി വളർന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസമുള്ള ഒരു കുട്ടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ റിസോഴ്സും യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാന ലക്ഷ്യമായ സമഗ്ര വികസനം കൈവരിക്കാനായിട്ട് സാധിക്കും. അതില്ലാതെ നമ്മുടെ കുട്ടികൾ വരുന്ന മേഖല വളരെ ശോചനീയമാണ്. ഒത്തിരി ഇൻസെക്യൂറും ഒത്തിരി അപകർഷാബോധത്തോടും കൂടിയിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സമഗ്ര വികസനം ഈസി ആയിട്ട് കൈവരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയുള്ള സാമൂഹ്യ പരിവർത്തനം നമ്മൾ ആദ്യം തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ആരംഭിക്കുന്നത് കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യം നൽകിക്കൊണ്ടാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദ്യാലയം ഒരു പെൺവിദ്യാലയമാണ്. ഒരു പെൺകുട്ടിക്ക് ജനിച്ചു വീഴുന്ന അന്നു മുതൽ ഒരു പ്രൈവസിയോ ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റിയോ ഫീൽ ചെയ്തില്ലെങ്കിൽ സമൂഹത്തിൽ ആ കുട്ടി അനുഭവിക്കുന്ന ദുരന്തങ്ങളും നമുക്കറിയാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ അതിന് ഇരകളാകുന്നത് നമ്മുടെ പെൺകുട്ടികളും സ്ത്രീകളുമാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യം സുരക്ഷിതമായ ഒരു ഭവനം നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അമ്മ എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ ഒരു ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ആ കുട്ടിയുടെ വളർച്ചയിൽ അത്ര തന്നെ പ്രാധാന്യമാണ് ഒരു വീട് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വളർച്ചയിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം വിദ്യാലയങ്ങളെ സ്മാർട്ടാക്കണയ്ക്ക് മുമ്പ് അവർ വരുന്ന സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അവരെ ഉയർത്തി ആത്മവിശ്വാസമുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഈ താഴ്ത്തട്ടിൽ, അതായത് അവർ വരുന്ന സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഉയർത്താനായിട്ട് ശ്രമിച്ചത്. തൻ്റെ വിദ്യാലയത്തിൽ നിന്ന് തന്നെ ഭൂരഹിതർ അല്ലെങ്കിൽ ഭവനമില്ലാത്ത ഒരു ലോകം ആണ് സിസ്റ്റർ സ്വപ്നം കാണുന്നത്. അതിനായിട്ട് പ്രയത്നിക്കുന്ന സിസ്റ്റർ ലിസി ചക്കാലക്കലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സിസ്റ്റർ ലിസി ചക്കാലക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ലില്ലി പോൾ ടീച്ചറാണ്. നല്ല പാഠം ഭവന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി കേരളം മുഴുവനും, അല്ലെങ്കിൽ സിസ്റ്റർ എവിടെയൊക്കെ അറിയപ്പെടുന്നു അവിടെയൊക്കെ സിസ്റ്ററുടെ കൂടെ തന്നെ ലില്ലി പോൾ ടീച്ചറുണ്ട്. ടീച്ചർക്ക് ഈ സിസ്റ്ററിൻ്റെ കൂടെയുള്ള ഇത്രയും നാളത്തെ യാത്രയിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. നമസ്കാരം ടീച്ചറെ.
എന്താണ് സിസ്റ്ററിൻ്റെ ഈ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച നാൾ മുതൽ സിസ്റ്ററോടൊപ്പം കൂടാനുള്ളൊരു വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അധ്യാപിക അല്ല. ഇതുപോലെ സമൂഹത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു അധ്യാപിക ആവുന്നത്. ഇത്രയും നാളത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യം അതാണ്. സിസ്റ്റർ ഇത്രയും 3000-ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപികയാണ്. ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ സിസ്റ്ററിൻ്റെ ചിന്ത എപ്പോഴും ഭവനരഹിതരെക്കുറിച്ചാണ്. വൈകുന്നേരം ക്ലാസ്സുകൾ കഴിയുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങുന്നത്. ഞങ്ങൾ റോട്ടിൽ കൂടെ നടന്ന് ഇതുപോലെ വീടുകൾ പണി നടക്കുന്ന സ്ഥലങ്ങൾ എവിടെന്നെങ്കിലും ഞങ്ങൾക്ക് ഇനി വല്ലതും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ പലരെയും കാണാനൊക്കെ ഇറങ്ങുന്നു. അതെനിക്ക് വിവരിക്കാൻ സാധിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് വലിയൊരു അനുഭവമാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ. ഈ 10 വർഷങ്ങൾ കൊണ്ട് 200 വീടുകൾ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു എന്ന് ഓർക്കുമ്പോൾ. പിന്നെ സിസ്റ്ററിൻ്റെ വലിയൊരു പ്രത്യേകത ഭവന സന്ദർശനം. പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചിരിക്കുന്നത് സിസ്റ്റർക്ക് നിർബന്ധമാണ്. അങ്ങനെ ഭവന സന്ദർശനം ആരംഭിച്ച സമയത്താണ് ഒത്തിരി കുടുംബങ്ങൾ ഒട്ടും സുരക്ഷിതത്വമല്ലാത്ത, പ്രത്യേകിച്ച് പെൺകുട്ടികൾ സാഹചര്യത്തിൽ കഴിയുന്നത് കാണുന്നതും ഇങ്ങനൊരാശയം, ഈ ഭവനങ്ങൾ നിർമ്മാണ രംഗത്തേക്ക് തിരിയാൻ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് കൊണ്ട് ഹൗസ് ചലഞ്ച് എന്ന് തന്നെ ഒരു പേരിട്ട് ഇടാനുമൊക്കെ സിസ്റ്ററിന് ബോധ്യവും ഒരു ദർശനവും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. ആദ്യമൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് മാത്രമായിരുന്നു സിസ്റ്റർ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ പലരും സമൂഹത്തിൽ നിന്ന് സിസ്റ്ററിനെ തേടി ഇഷ്ടംപോലെ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ സിസ്റ്ററും ഒക്കെ ചിന്തിച്ചു, നമ്മളും ഒക്കെ ചിന്തിച്ചു, ഇത് നമ്മളുടെ കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്കും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ട്. നമ്മൾ ഈ ഭവനങ്ങളില്ലാതെ നമ്മളുടെ അടുത്തേക്ക് വരുന്നവരെ കാണാനൊന്ന് ചെല്ലുമ്പോൾ സത്യത്തിൽ അവർ താമസിക്കുന്ന ആ അന്തരീക്ഷവും അവസ്ഥയൊക്കെ കാണുമ്പോൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാനായിട്ട് സാധിക്കാറില്ല. നമ്മുടെ തന്നെ തൊട്ടടുത്തുള്ള തോപ്പുംപടിയുടെ തന്നെ തൊട്ടടുത്തുള്ള സാന്തോം കോളനിയിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ ചെല്ലാനം പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ഭാഗമായ കുതിരക്കൂർക്കരി ഒരുപാട് വീടുകൾ സിസ്റ്റർ അവിടെ വച്ചു കൊടുത്തു. പലരുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അവിടെ പോയാലും തിരിച്ച് വീട്ടിൽ വന്ന്, പ്രത്യേകിച്ച് ഒരു മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം വീടിൻ്റെ പുറത്തുനിന്ന് താഴത്തേക്ക് അവർക്ക് ഇറങ്ങാൻ സാധിക്കില്ല, അത്രയും വെള്ളത്താലിങ്ങനെ ചുറ്റപ്പെടുകയാണ്. കുറേ കുടുംബങ്ങൾ പുതിയ ഭവനങ്ങൾ, സുരക്ഷിതത്വമുള്ള ഭവനങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുത്തു. ഒരുപാട് സന്തോഷവും ചാരിതാർത്ഥ്യവും ഒക്കെ ഉണ്ട്. കാരണം സിസ്റ്റർ എപ്പോഴും പറയുന്നൊരു വാചകം ഞാൻ ഓർക്കുകയാണ്, ഓൾവേസ് റെഡി ടു വാക്ക് ആൻ എക്സ്ട്രാ മൈൽ ടു സമ്മൺ. മറ്റുള്ളവർക്ക് വേണ്ടി 1 മൈൽ ദൂരം കൂടി സഞ്ചരിക്കാനുള്ള ആ ഒരു മനസ്സാണ് നമ്മൾക്ക് വേണ്ടത്, പണത്തേക്കാൾ ഉപരി. അങ്ങനെ ഒരു മനസ്സ് ഇന്നുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ ഒരുപാട് പേർക്ക് തണലാകാൻ സാധിക്കും. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട് ഗോഡ്സ് ഓൺ കൺട്രി, സ്വർഗ്ഗതുല്യമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. വേണ്ടത് ആ ഒരു മനസ്സാണ്. പിന്നെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒത്തിരി നല്ല മനുഷ്യർ നമ്മളെ തേടി വരും. അങ്ങനത്തെ ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇത്രയും നാളായി. എന്തായാലും സിസ്റ്റർ ലിസി ചക്കാലക്കലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്നും താങ്ങും തണലുമായി നിൽക്കാൻ ലില്ലി പോൾ ടീച്ചറിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ സഹായമായി എല്ലാവർക്കും കൂടി ഒരു കുടുംബം തന്നതിന് ദൈവത്തിന് 1000 നന്ദി. ഈ ലിസിറ്റത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനയിലും കൂട്ടായ്മയുടെ എല്ലാവർക്കിടെയും പ്രാർത്ഥനയുടെ കൂടി ദൈവത്തിന് നന്ദി പറയുന്നു. വീട് കിട്ടിയ കൂട്ടത്തിലുള്ള ഒരാളാണ്. പേര് യേശുദാസ്. കല്യാണി യേശുദാസ്. കല്യാണി യേശുദാസ്. എവിടെയായിരുന്നു അപ്പോൾ താമസിച്ചിരുന്നത്? ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പള്ളുരുത്തി തന്നെ വാടകയ്ക്കൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. എങ്ങനെയാണ് ഈ ഒരു സിസ്റ്ററുടെ ഈ ഒരു ഭവന പദ്ധതിയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് ഇത്? എൻ്റെ വൈഫ് അവിടെ പഠിച്ചതാണ്. പിന്നെ സിസ്റ്റർ തന്നെയാണ് അവർ സാന്തോം കോളനി താമസിക്കുന്നതാണ്. അപ്പോൾ അവിടെ വീട് സിസ്റ്റർ തന്നെയാണ് വെച്ച് കൊടുത്തത്. അപ്പം പിന്നെ ഞങ്ങൾക്ക് 2 ഇരട്ട പിള്ളേരാണ്. പിള്ളേരുടെ ഒരു ഇത് കണ്ടിട്ടാണ് സിസ്റ്റർ ഞങ്ങൾക്ക് വീട് ചെയ്തു തന്നേക്കുന്നത്. ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് താമസമാക്കിയപ്പോൾ എന്താണ്? ആദ്യം ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അതിനുശേഷം സിസ്റ്റർ ലിസി ചക്കാലക്കൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരടുത്തും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. സമൂഹത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊക്കെ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളോട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത്. പിന്നെ ഈ സംരംഭം ഇവിടെ വെച്ച് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ അത് കൂടുതലും ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നാണ്. അതിനുള്ള ആരോഗ്യവും എല്ലാ സാമ്പത്തികമായ എല്ലാ ഭദ്രതയും ഈശ്വരൻ കൊടുക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കൊച്ചി വിട്ടിട്ട് ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് വന്നല്ലോ. ഓക്കെ. അപ്പോൾ ആ ഒരു ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്
മാനസികമായിട്ട് ഓൾറെഡി സിസ്റ്റർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും കുറേ നാൾ സിറ്റിയിൽ കിടന്ന് വളർന്നതാണ്. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. കാരണം ഈ തിരക്കിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു ഗ്രാമത്തിൻ്റെതായ അന്തരീക്ഷവും പിന്നെ ശുദ്ധമായ വായു, ട്രാഫിക് ഇല്ല, അങ്ങനെ കുറേ പോസിറ്റീവ് വൈബാണ് ഇവിടെ വരുമ്പോൾ തന്നെ. ഇങ്ങനത്തെ ഒരു 5 കുടുംബങ്ങൾക്ക് വീട് ഒരുക്കി കൊടുത്തിരിക്കുകയാണ് സിസ്റ്റർ ലിസി. എന്താണ് ഈ നാട്ടുകാരി എന്ന നിലയിൽ പറയാനുള്ളത്? നല്ലൊരു കാര്യം തന്നെയാണ് ലിസി സിസ്റ്റർ ചെയ്തത്. സിസ്റ്റർ പറഞ്ഞല്ലോ ഇവിടെ വന്നപ്പോൾ ഇത് ഇഞ്ചക്കാടായിരുന്നു ഇത് മൊത്തം. അപ്പോൾ ഇങ്ങനെ പോയി വന്നപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ തൃപ്പൂണിത്തുറക്കാരിയാണ്, എനിക്ക് കിഴക്കൻ പ്രദേശത്ത് വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എൻ്റെ കെട്ടിയൻ്റെ വീട് വൈക്കുക, എൻ്റെ കെട്ടിയൻ്റെ വീട്. ഞങ്ങൾക്ക് അവിടെ സ്ഥലമില്ലാതെ വന്ന് അച്ഛൻ ഇച്ചിരി സ്വർണ്ണമൊക്കെ തന്നുള്ളതുകൊണ്ട് ഒരു 8 സെൻറ്റ് സ്ഥലം, 8 പോലും ഇല്ല, ഞങ്ങളങ്ങനെ മേടിച്ചാണ് ഇവിടെ വന്ന് ഒരു ഷെഡ് വെച്ച് കിടന്നാണ് ഞാൻ. ഇപ്പോഴാണ് ഇപ്പോൾ ആ ഒരു വാർക്ക വീടായെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് 75 കിട്ടി എനിക്ക്. അങ്ങനെ കിട്ടി ഞാനൊരു പെര പണിത് 2 പിള്ളേരെയും പഠിപ്പിച്ച് ഞാനൊരു പണിക്കും പോകുന്നു. ഇവിടെ വന്നപ്പോൾ തൊഴിലുറപ്പ് വന്നപ്പോൾ ഞാൻ അതിന് പോകും. ഒന്നാമത് വണ്ടിയില്ല നമുക്ക്, ഈ നാട്ടിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, കിട്ടിയാൽ കൊണ്ടുവന്നോണ്ട് കഴിയും. അപ്പോൾ ഇനി തൊഴിലുറപ്പിനൊക്കെ പോകും. അങ്ങനെയാണ് സിസ്റ്റർ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സിസ്റ്റർ, നമുക്ക് ഇതൊക്കെ മണ്ണും പെണ്ണും നമുക്ക് എന്താണേലും നന്നാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു മണ്ണൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാം, ഇഞ്ചക്കാട് JCB കൊണ്ടുവന്നൊക്കെ ഞാൻ തന്നെ ആൾക്കാരെ ഏർപ്പാട് ചെയ്തതിൻ്റെ തടി കുറച്ചുണ്ടായിരുന്നു, വട്ടയൊക്കെ അതൊക്കെ വിറ്റാണ് സിസ്റ്ററിൻ്റെ അതിനെ കാശ് ഞാൻ മെമ്പറെ ഏൽപ്പിച്ച് മെമ്പർ സിസ്റ്ററിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. എല്ലാം ഫോൺ വഴി, കാരണം എനിക്ക് അങ്ങനത്തെ ഫോണല്ല, ലാൽ ഫോണ്, ഈ ചെറിയൊരു ഫോണാണ്. അങ്ങനെ ഇവരോട് ഞാൻ പറഞ്ഞു സിസ്റ്ററോടും ഒന്നുകൊണ്ടും കുഴപ്പമില്ല. ഇവർക്ക് എല്ലാവർക്കും എൻ്റെ നമ്പർ കൊടുത്ത് ഇവരെപ്പോഴും ഈ 5 കുടുംബക്കാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വരാൻ വഴി അറിയില്ലല്ലോ, ആരൊക്കൊന്നും വന്ന് ഒരു ദിവസം ഒരു 10,000 ഫോൺ കോളാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഇവർ മാറി വിളിക്കുക, ഈ സ്പോട്ടിലൊന്ന് വന്ന് പെടണമല്ലോ, സ്ഥലം കാണണ്ടേ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിൽ സഹായിക്കാവുന്ന ഇത് നമുക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നമ്മളുമില്ല, നമ്മളും കൂലിപ്പണിക്കാരാണ്. അന്നന്ന് വേല എടുത്താലാണ് ജോലിയും കൂലിയൊക്കെ കിട്ടിയവനും കുറവാണ്. ആഴ്ച 2-3 ഒക്കെ ഉണ്ടാകും. പുള്ളിക്കാരൻ ടൈൻ്റെ പണിയാണ്. അപ്പോൾ നമ്മൾ 2 മക്കളെയൊക്കെ പഠിപ്പിക്കുകയൊക്കെ വേണമല്ലോ, നമ്മുടെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പറയും എന്നെ കഴിയാവുന്ന ചെയ്യാം. പിന്നെ ഇവിടെ പണിക്കൊക്കെ വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് അതുങ്ങൾ കുടിക്കാനും ഇവിടെ കിണർ പണിയാൻ വന്നവരൊക്കെ വെക്കാനും ഒക്കെ ആണെങ്കിലും ഇവിടെ ആയിരുന്നു. അവരോട് നിന്ന് താമസിച്ചുകൊണ്ട് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പം നമ്മളെ പറ്റാവുന്ന ഒരു സഹായം. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച ഈ അമ്മച്ചിയുടെ മോൻ വിളിച്ച് നാഗാലാൻഡ് അവിടെ നിന്ന് കൊണ്ട് വിളിച്ച എന്നെ കരണ്ടുകാർ വരും ചേച്ചി, ഞങ്ങളുടെ വീട്ടിൽ മാത്രം കരണ്ട് കിട്ടിയിട്ടില്ല, ചേച്ചി ഒരു ഉപകാരം ചോദിച്ചാൽ അതിനെന്നെ ഒച്ചയെന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ എനിക്ക് ചെയ്ത് ഇലക്ട്രിസിറ്റി ബില്ല്. അവരെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ആ വീട്ടിൽ കരണ്ട് കിട്ടിയിട്ടില്ല, ഒന്ന് വന്നോട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ചേച്ചി ഒരു കാര്യം ഏണി കൊണ്ട് പോസ്റ്റിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഏണി അന്വേഷിച്ചപ്പോൾ കാരോട്ട് വീട്ടിലുണ്ടായിരുന്നു, അത് വലിയക്കാട്ട് ഇരുമ്പ് ഏണി ഞാനെടുത്ത പൊങ്ങ് പോലുമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ഒന്ന് ചെറുക്കനവൻ കാരോട്ട് വീട്ടില്ല, അവനെ പറഞ്ഞ ഇട വെച്ചൊന്നും വാടാ ഒന്ന് ഏണി കൊണ്ട് നമുക്ക് അവിടെ വെക്കാമെന്നും പറഞ്ഞ് ഞാൻ വെച്ച്. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഞാൻ തന്നെ വിളിച്ച് അവർ പറഞ്ഞു വരാ വെച്ച് ഇന്ന് വരാം നാളെ വരാം എന്നൊക്കെ അവർ പറഞ്ഞ്. ഒരു ദിവസം ഞാൻ വട്ടപ്പാറയ്ക്ക് എനിക്ക് സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ അവരെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, വെയിറ്റ് ഉള്ളതാണ്. അങ്ങനെ അവർ വന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി കളയിച്ചെന്ന് പറഞ്ഞ് അവർ വന്ന ഇവിടെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഉപകാരം ആർക്കും ചെയ്യാൻ കഴിയുള്ളൂ. കാരണം പുതിയ അയൽക്കാർ സന്തോഷം തന്നെ നമുക്ക്. ജീവിതത്തിൽ വലിയൊരു ആഗ്രഹ പൂർത്തീകരണം നടന്നിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും. എന്ത് തോന്നുന്നു, പ്രത്യേകിച്ച് സിസ്റ്റർ ലിസി ചക്കാറിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? ഒരിക്കലും നമുക്കിതൊരു സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ഭവനം, അത് ശരിക്കും സിസ്റ്റർമാരുടെ ഈ സിസ്റ്റർ ലിസി അവരുടെ ഏറ്റവും വലിയൊരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, ഏറ്റവും വലിയൊരു അത്രയും പറയാൻ വാക്കില്ല, അത്ര ഉയരത്തിലാണ്. കാരണം ആ ഒരു മനസ്സുകൊണ്ട് മാത്രമേ നമുക്ക് ഈ 5 വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു ഭവനം കിട്ടാനും ഞങ്ങൾക്ക് ഇന്നിവിടെ കയറി താമസിക്കാനുള്ള ഒരു ദിവസം അതിൽ സന്തോഷിക്കുന്നു, ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. ദൈവം അനുഗ്രഹിച്ചതായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സിസ്റ്ററിനെ എനിക്കറിയില്ല. മുളന്തുരുത്തിയിലുള്ള എൻ്റെ അമ്മായിയപ്പനും അമ്മയൊക്കെ ജോലി ചെയ്ത വീട്ടിലെ ആ ചേച്ചി വഴിയാണ് സിസ്റ്ററിനെ ഞാൻ പരിചയപ്പെട്ടത്. ചേച്ചി പറഞ്ഞ സിസ്റ്ററിനോട് ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് കിടക്കും. അപ്പം അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു. അങ്ങനെയാണ് സിസ്റ്ററുമായിട്ട് പരിചയപ്പെടാനും ഈ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം സിസ്റ്ററിൻ്റെ കരങ്ങളാൽ ഞങ്ങൾക്ക് കിട്ടാനും ഇടയായത്. എൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വീട്, സ്വന്തമെന്ന് പറയാനായിട്ട് ഒരു ഇതെനിക്ക് ഇന്ന് കിട്ടി. അതിലൊത്തിരി ഞാൻ സന്തോഷിക്കുന്നു. ദൈവം സിസ്റ്ററിനെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും വരുന്ന ഒത്തിരി പേര് ഇതുപോലെ തന്നെ വീടില്ലാതെയൊക്കെ കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കും ഇതുപോലൊരവസരം, ഇതുപോലൊരു വീട്, സ്വപ്ന ഭവനം അവർക്ക് ലഭിക്കട്ടെ എന്ന് സിസ്റ്ററിൻ്റെ കരങ്ങളാൽ
ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിന് എല്ലാ ആയുസ്സും ആരോഗ്യവും എല്ലാം കൊടുക്കണമെന്ന് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും നന്ദിയോടെ ഏതു നിമിഷവും ഓർക്കുന്നു.